ജീവിക്കണം. ധാർമ്മികമായിട്ടുള്ള മാർഗം മാത്രമേ നമ്മളെ സംരക്ഷിക്കൂ. മറ്റതൊക്കെ നമ്മളെ കുഴിയിൽ കൊണ്ടുപോയി ചാടിക്കും. ധാർമ്മികമായിട്ടുള്ള മാർഗങ്ങൾ എപ്പോഴും നമ്മളെ കുന്നത്തേക്ക് കയറ്റും, നമ്മളെ പിടിച്ചുയർത്തും. ധാർമ്മികമായിട്ടുള്ള മാർഗത്തിലൂടെ നിറഞ്ഞു ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അതിലെ ആദ്യത്തെ പടികളാണ് മാതൃസ്മരണം, പിതൃസ്മരണം. മാതാവിനെയും പിതാവിനെയും മാതാവിൻ്റെയും പിതാവിൻ്റെയും കുലത്തിനെ അറിഞ്ഞു ജീവിക്കുക, കുടുംബങ്ങളെ അനുസരിച്ച് ജീവിക്കുക, അവരുടെ പൂർവികന്മാരെ എല്ലാം ആരാധിച്ച് ജീവിക്കുക. ഇത് ധാർമ്മികമായിട്ടുള്ള ആദ്യത്തെ പടിയാണ്. അതാണ് എല്ലായിടത്തും മാതാ പിതാ ഗുരു ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മാതാവും പ്രസാദിക്കണം, പിതാവും പ്രസാദിക്കണം, ഗുരുവും പ്രസാദിക്കണം, ഈശ്വരനും പ്രസാദിക്കണം. എന്നാലേ നമ്മളുടെ ജീവിതം പ്രസാദാവും. അപ്പം ഇതൊക്കെ പ്രസാദിക്കണമെങ്കിൽ നമ്മൾ ധാർമ്മികമായ ബോധത്തിൽ, ധാർമ്മികമായ മാർഗത്തിൽ ജീവിക്കണം. വേണ്ടത് തോന്നണം, വേണ്ടത് പറയണം, വേണ്ടത് ചെയ്യണം. ഇതാണ് ധാർമ്മികമായ മാർഗം. വേണ്ടാത്തത് തോന്നരുത്, വേണ്ടാത്തത് പറയരുത്, വേണ്ടാത്തത് ചെയ്യരുത്. അങ്ങനെ വേണ്ടാത്തത് ചിന്തിച്ച്, വേണ്ടാത്തത് പറഞ്ഞ്, വേണ്ടാത്തത് ചെയ്താൽ അത് ആസുരികമായിട്ടുള്ള മാർഗമായി. അത് ധാർമ്മികമായിട്ടുള്ള മാർഗമല്ല. അങ്ങനെ ധാർമ്മികമായിട്ടുള്ള മാർഗത്തിൽ നിന്ന് വ്യതിചലിച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾക്ക് പല പാപങ്ങളും പേറേണ്ടി വരും. പിന്നെ അതിനുള്ള പരിഹാരങ്ങൾ നടത്തേണ്ടി വരും. കുറേ ധാർമ്മികമായിട്ടുള്ള മാർഗത്തെ നിന്ദിച്ച് നമ്മൾ ജീവിച്ചാൽ നമ്മൾ കുറേ പ്രാരാബ്ദങ്ങൾ പേറേണ്ടി വരുത്രേ. ധാർമ്മികമായ മാർഗങ്ങളെ വന്ദിച്ച് ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു. നമ്മൾക്ക് ആവശ്യമായിട്ടുള്ള പുണ്യം നമ്മളിലേക്ക് വർദ്ധിക്കുന്നു. അതിന് ധാർമ്മികമായിട്ടുള്ള മാർഗം നമ്മളെപ്പോഴും മുറുക്കി പിടിക്കുക. അപ്പോൾ നമ്മൾ മയിലാടുകുന്ന് വന്നതും ഈശ്വരസ്മരണത്തിനും ഈശ്വരനാമത്തിനും ഈശ്വര സേവയ്ക്കുമാണ്. ഈശ്വരസ്മരണത്തോടു കൂടി നമ്മൾ പുറപ്പെട്ടു, ഈശ്വരനാമത്തോടു കൂടി നമ്മൾ സഞ്ചരിച്ചു, ഈശ്വര സേവയ്ക്കായി ഇവിടെ എത്തി. അപ്പോൾ ഇതൊക്കെ വേണം നമ്മളുടെ ജീവിതത്തിൽ. ഇതൊക്കെ ഉണ്ടെങ്കിലേ നമ്മുടെ ജീവിതം ധന്യമാവുള്ളൂ. നമ്മളൊക്കെ സത്യത്തിൽ ഒരു കാട്ടിലാണ് ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്ന പോലുള്ള കാടല്ല. ഇവിടെ എല്ലാമുണ്ട്. ആസുരികവുമുണ്ട്, മാനുഷികവുമുണ്ട്, ദൈവികവുമുണ്ട്. എല്ലാം നശിപ്പിക്കണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഞാൻ മാത്രം നന്നാവണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുമുണ്ട്. എല്ലാവരും നന്നാവണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരുമുണ്ട്. ഇതെല്ലാം നശിപ്പിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ആസുരികം. ഞാൻ മാത്രം നന്നാവണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് മാനുഷികം. എല്ലാവരും നന്നാവണമെന്ന് ചിന്തിച്ച് ജീവിക്കുന്നവരാണ് ദൈവികം. നമ്മുടെയൊക്കെ പൂർവികന്മാരായിട്ടുള്ള മഹർഷികളൊക്കെ സർവ്വലോകാ സമസ്താ സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞത്. എല്ലാ ലോകങ്ങൾക്കും സുഖം പ്രാപിക്കട്ടെ.